ആരാധന ഗീതങ്ങൾ നമ്മൾ കർണാട്ടിക്കിൽ പറയുകയാണെങ്കിൽ ഭാരതീയ സംഗീതത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സ്വരങ്ങളുണ്ട്, സപ്തസ്വരങ്ങൾ നമ്മൾ അറിയാവുന്നൊരു കാര്യമാണ്. ഞങ്ങളുടെ ആരാധനയിലും 8 നിറങ്ങളുണ്ട്. ഒരു പാട്ട് തന്നെ 8 രീതിയിൽ പാടുന്ന ഒരു രീതിയുണ്ട്. ഉദാഹരണം ഞാനൊന്ന് ഇപ്പോഴൊന്ന് ചൊല്ലിക്കേൾപ്പിക്കാം. ഞങ്ങളുടെ കുക്കുലിയോൻ എന്ന് പറയും, അതായത് ധൂപപ്രാർത്ഥനയിൽ ചൊല്ലുന്ന ഗീതങ്ങളാണ്. അതിലെ ആ ഒരു ഗീതത്തിൽ തന്നെ പല പാട്ടുകളുണ്ട്, പക്ഷേ ഒരു പാട്ട് മാത്രം ഞാൻ ഉദാഹരണം പറയാം. കുക്കുലിയോൻ ഒന്നാമത്തെ നിറം ഇങ്ങനെയാണ് ചൊല്ലുന്നത്: മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഓ ഹാലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ആ ഗീതം തന്നെ രണ്ടാമത്തെ നിറത്തിൽ ഇങ്ങനെയാണ് പാടുന്നത്: മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. രണ്ടാമത്തെ നിറം. മൂന്നാമത്തെ നിറം വേറൊരു രീതിയിലാണ് പാടുന്നത്: മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഇങ്ങനെ ഓരോ ആ ഒറ്റ പാട്ട് തന്നെ 8 നിറത്തിൽ പാടുന്ന രീതിയാണ്. അത് ഒരു പാട്ട് മാത്രമല്ല, അടുത്ത കോലോ ബോബൂസോള് അങ്ങനെ ഓരോന്നും പറയുമ്പോൾ അതിന് ഓരോന്നിനും ഓരോരോ ട്യൂണുകളാണ്. അത് ഒരു വളരെയധികം വൈഡായിട്ട് കിടക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മനസ്സിലായി കാണും ഈ പറയുന്ന എത്രമാത്രം സംഗീത അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആരാധനകൾ പോകുന്നത് എന്നുള്ള കാര്യം ഇതിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും.